പറയുന്നത് ബാൻഡേജിനെ കുറിച്ചാണ്. നമുക്ക് ടൈപ്സ് ഓഫ് ബാൻഡേജസ് ഉണ്ട്. റോളർ ബാൻഡേജ് ഉണ്ട്, ക്രീപ്പ് ബാൻഡേജ് ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് ബാൻഡേജ് ഉണ്ട്. അപ്പൊ റോളർ ബാൻഡേജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാലിന്റെ മുട്ടിന്റെ അവിടെയൊക്കെ എന്തെങ്കിലും പെയിൻ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ സ്വെല്ലിംഗ് ആണെങ്കിലോ ഒക്കെയാണ് നമ്മൾ റോളർ ബാൻഡേജ് നമ്മൾ ചെയ്യുന്നത്. ക്രീപ്പ് ബാൻഡേജും സെയിം ലൈക്ക് അതുപോലെ. പിന്നെ നമ്മുടെ സ്ലിംഗ് ഉണ്ട്, നമ്മൾ കണ്ടിട്ടില്ലേ, കൈയൊക്കെ ഒടിഞ്ഞിട്ട് നമ്മൾ കഴുത്തിൽ കൂടി ഇങ്ങനെ കെട്ടി ഇതിനെ സപ്പോർട്ട് ചെയ്തേക്കുന്നത്. റോളർ ഇത് ക്രീപ്പ് ബാൻഡേജ് ആണ്. ക്രീപ്പ് ബാൻഡേജ് എങ്ങനെയാണ് ഇപ്പോൾ ഒരു കയ്യിൽ ഇപ്പൊ ഈ കൈ ഒടിഞ്ഞതാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് കൈക്ക് നീരാണെങ്കിൽ നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യാൻ ഇരിക്കുമ്പോൾ ഇങ്ങനെ വേണം അപ്ലൈ ചെയ്യാൻ. ഇത് നമ്മൾ എപ്പോഴും ഒരു ഫോൾഡ് മാത്രം ചെയ്യരുത്. കാരണം പേഷ്യന്റ് നമ്മൾ എന്ത് ചെയ്യണം, ആ മുറിവിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2 ടൈംസ് അല്ലെങ്കിൽ 3 ടൈംസ് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഈ കയ്യിലേക്കാണ് പോകുന്നെങ്കിൽ ഇവിടെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. പിന്നെ റിങ്കിൾസ് ഉണ്ടാകാൻ പാടില്ല. കാരണം ഇത് നമ്മൾ ഓൾറെഡി എന്താണ് ഇങ്ങനെ മടക്കി വെക്കുന്നത്. അപ്പം കുറച്ച് നാൾ അവർ ഇനി ഇരിക്കുമ്പോൾ റിങ്കിൾസ് ആയി കഴിഞ്ഞാൽ അവർക്ക് ഇറിറ്റേഷൻ ഉണ്ടാവും. ഇത് ഓവർ ടൈറ്റ് ആയിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഇതേ ടൈറ്റ്സിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഓവർ ടൈറ്റ് ആക്കല്. കാരണം പേഷ്യന്റ് ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ നടക്കേണ്ടതാണ്. തിരിച്ച് റിമൂവ് ചെയ്യുവാണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യുക, റൊട്ടേറ്റ് മോഷനിൽ വേണം നമ്മൾ ബാൻഡേജ് റിമൂവ് ചെയ്യുന്നത്. ഒരിക്കലും ചുമ്മാ വലിച്ച് ഊരിക്കളയരുത്. കാരണം റോൾ ചെയ്യാൻ പാടാണ്. നമ്മൾ എടുക്കുമ്പോൾ അതേ പൊസിഷനിൽ തന്നെ തിരിച്ച് റിമൂവ് ചെയ്യുക.